ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ വീണ്ടും എൻ്റെ തീരുമാനത്തിലൊരു മാറ്റം ഉണ്ടായി. ഏകദേശം 1.5 മാസത്തോളമായി ഞാൻ അബുദാബിയിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ യുദ്ധം കാരണം പോകണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ വീണ്ടും തീരുമാനം മാറ്റി പോകാമെന്ന് വെച്ചു. അന്ന് നമ്മുടെ ഫ്ലൈറ്റിന് വേറെ ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. എയർ അറേബ്യയ്ക്കായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. എൻ്റെ ബോഡി പാസ് കൈ കിട്ടി. ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം ടൈം ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കൂടെ ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവും 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുട്ടിയെ അറിയായിരിക്കും, നമ്മുടെ നിധി. ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. നല്ല കുറുമ്പി കുട്ടിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു. വേറെ ഫ്ലൈറ്റുകളൊക്കെ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, കിടക്കുമായിരുന്നു. എമിറേറ്റ്സൊക്കെ അവിടെ റെഡിയായി കിടക്കുമായിരുന്നു. ഏതൊക്കെ ഫ്ലൈറ്റാണ് പോകുന്നതെന്ന് കറക്റ്റ് അറിയാൻ വയ്യ. എന്തായാലും നമ്മുടെ എയർ അറേബ്യയ്ക്ക് വേറെ ഇഷ്യൂ ഒന്നുമില്ല. കറക്റ്റ് ടൈമിൽ തന്നെ പോകുമെന്ന് പറഞ്ഞു. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് പോവുകയും ചെയ്തു. പറഞ്ഞിരുന്ന സമയം 1:15 മണിയായിരുന്നു. 1:15 മണിക്ക് ഇവിടെ നിന്ന് കയറും എന്നായിരുന്നു. നമ്മുടെ കറക്റ്റ് 1:15 മണിക്ക് തന്നെ ടേക്ക് ഓഫ് ചെയ്തു. വേറെ പോകുന്നവർക്ക് ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. കുറച്ച് ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഈ ഒരു യുദ്ധം നടക്കുന്ന കാരണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവുമോ ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഈ ഫ്ലൈറ്റിൽ പോകാനായിട്ട് ടേക്ക് ഓഫ് ഒന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ലാൻഡിങ് കുറച്ച് ടെൻഷനാണ് എനിക്ക്. എന്നാലും ഒരു ടെൻഷൻ ഇല്ലാണ്ട് പോയി. കൂടെ നമ്മുടെ നിധിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു യാത്ര. ഒരു 2:30 മണിയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പായി. ഫുഡ് കഴിക്കാനൊരാഗ്രഹം. ബട്ട് നമ്മുടെ ടിക്കറ്റിൽ ഫുഡ് ഇൻക്ലൂഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഫുഡൊന്നും കിട്ടുമെന്നൊരു പ്രതീക്ഷയും വേണ്ട. പിന്നെ ഞങ്ങളുടെ മെനു കാർഡ് വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് അവരിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണ് ചെയ്തത്. 3 നൂഡിൽസ് വാങ്ങി. മീൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. 3 നൂഡിൽസിന് 1000 റുപ്പീസ് അത് കൊടുത്തിട്ടാണ് ഈ 3 നൂഡിൽസ് വാങ്ങിയത്. ഞങ്ങളുടെ ഇവിടെ ഒരു 70 രൂപ കൊടുത്ത് കിട്ടുന്ന നൂഡിൽസിന് അതിൽ 3 നൂഡിൽസ്, കപ്പ് നൂഡിൽസിന് 1000 റുപ്പീസ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റി നൂഡിൽസായിരുന്നു. ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. എന്തായാലും വയറ് നിറഞ്ഞു. ആ ഒരു കപ്പ് നൂഡിൽസ് കഴിച്ചവർക്ക് വയറ് നല്ല ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. പാവം നിധിക്കുട്ടി നല്ല വിശപ്പുണ്ടായിരുന്നു. പാവം കൈ കൊണ്ടൊക്കെ നൂഡിൽസ് വാരി എങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നിധിക്കുട്ടിയുടെ വയറൊക്കെ നിറഞ്ഞു. അവളുടെ ചേച്ചിയുടെയും വയറൊക്കെ നിറഞ്ഞു. ഹാപ്പിയായി. നിധി നല്ല ഹാപ്പിയായിട്ട് സ്മൈൽ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഉറങ്ങിയൊന്നുമില്ല. കുട്ടിയുടെ കളിയും ചിരിയും കണ്ടു അങ്ങനെ ഇരുന്നു. അവൾ നല്ല രസമായിരുന്നു ഫ്ലൈറ്റിലിരുന്ന് ഓരോരോ കുസൃതികൾ കാണിക്കുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ പോലും അറിയാതെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മുടെ അബുദാബി എയർപോർട്ടിലെത്തി. ലാൻഡിങ് ടൈമിൽ കുറച്ച് ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. വല്ല ട്രോണോ അങ്ങനെ വരുമോ, എന്തൊക്കെയോ നെഗറ്റീവ് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഹാപ്പിയായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റി. വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ശരിക്കും നിധി ഉള്ളത് കൊണ്ട് തന്നെ, കുട്ടികൾ 2 പേരും ഉള്ളത് കൊണ്ട് തന്നെ കളിച്ചും ചിരിച്ചും ഇങ്ങ് വന്നു. ഒന്നും അറിഞ്ഞില്ല. ഒരു ടെൻഷനും ഒന്നും വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിനേക്കാളും കുറച്ച് ടെൻഷനിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര കൂളായിരുന്നു കേട്ടോ. ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. അപ്പോഴേക്കും എൻ്റെ ചേട്ടനെത്തി ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. അവളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് പോവാണ് കേട്ടോ. ടാറ്റാ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.